ചിലപ്പോൾ നമ്മൾ പറഞ്ഞേക്കാം, എന്താ റബ്ബേ, എല്ലാ ഭാഗത്തു നിന്നും പ്രയാസങ്ങളാണല്ലോ. വീടില്ലാത്ത ആളുകൾ എങ്ങനെയെങ്കിലും ഒന്ന് വീടെടുക്കണം, അതിനുള്ള സമ്പത്ത് കണ്ടെത്തുന്നതിനിടയിൽ വല്ല രോഗങ്ങളോ മറ്റു പ്രയാസങ്ങളോ വന്ന് ഉണ്ടാക്കി വെച്ച ചെറിയ ഒരു സംഖ്യ അതുപോലും നഷ്ടപ്പെട്ട് വീണ്ടും കടക്കണിയിൽ കുടുങ്ങേണ്ടി വരുന്ന അവസ്ഥ, അല്ലെങ്കിൽ തതുല്യമായ മറ്റു പ്രയാസങ്ങൾ വിശ്വാസികൾക്ക് വരുമ്പോ നാം ഒരിക്കലും നിരാശരാകരുത്. ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അല്ലാഹുവിന്റെ റഹ്മത്തിൽ നാം ഒരിക്കലും നിരാശരാകരുത്. ഏത് കാര്യത്തിലാണെങ്കിലും ഒരു ദോഷിയായ ആളാണ്, പാപിയായ ആളാണ്, ആ പാപിയായ ദോഷിയായ ആളാണെങ്കിൽ പടച്ച റബ്ബിന്റെ മുന്നിൽ അവൻ നിരാശ വേണ്ട. എത്ര വലിയ ദോഷിയാണെങ്കിലും ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, എത്ര വലിയ ദോഷം ചെയ്തവനാണെങ്കിലും അവൻ നിരാശപ്പെടേണ്ടതില്ല. എന്തു വലിയ പ്രയാസമുണ്ടെങ്കിലും അവൻ നിരാശപ്പെടേണ്ടതില്ല.